മൊത്തം നല്ല റോഡായിട്ട് ഒരു ആംബുലൻസിലെ ആറ്റിലൊരു കൊച്ചു വീണ് ഒരു ആംബുലൻസ് ഇവിടെ താന്ന് അരമണിക്കൂർ കൂടുതലാണ് താന്നിരുന്നത്. വേണ്ട. നമസ്കാരം. കേന്ദ്രം കേരളത്തെ സഹായിക്കുന്നില്ല എന്ന് CPM നേതാക്കളൊക്കെ മുറവിളി കൂട്ടുകയാണ്. ആ സമയത്താണ് ഇന്നൊരു സംഭവം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അതായത് മുദാക്കൽ ഗ്രാമപഞ്ചായത്തിലെ ഒരു റോഡിന് വേണ്ടി കേന്ദ്ര ഗ്രാമീണ സടക്ക് യോജന പദ്ധതി പ്രകാരം 5 കോടി രൂപയാണ് അനുവദിച്ചത് ആ റോഡ് ശരിയാക്കാൻ വേണ്ടി. ഇതിൽ 60% കേന്ദ്ര സഹായവും 40% സംസ്ഥാന സർക്കാരിന്റെ വിഹിതവുമാണ്. എന്നാൽ ഇന്ന് ആ ദിവസം ഡേറ്റ് തീരുന്ന ദിവസമാണ്. ഇതുവരെ ആ റോഡ് പണി പൂർത്തിയായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന BJP പ്രവർത്തകർ ആ റോഡ് ഉപരോധിച്ചു. മണിക്കൂറുകളോളം അവിടെ വാഹനഗതാഗതം സ്തംഭിച്ചു. CPM പ്രവർത്തകരോടും ഞങ്ങൾ വിവരം ആരാഞ്ഞു. അവർ പറഞ്ഞത് തീർച്ചും രാഷ്ട്രീയപ്രേരിതമായ ഒരു സംഭവമാണ്. 30-ാം തീയതി വരെ ഡേറ്റ് ഉണ്ട്, അതിന് മുമ്പ് പണി തീർക്കുമെന്നൊക്കെയാണ് CPM നേതാക്കൾ ഞങ്ങളോട് പ്രതികരിച്ചത്. ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ഈ ആറ്റിങ്ങൽ ഐലം റോഡിൽ താഴെയളമ്പ ജംഗ്ഷനിൽ ഈ റോഡ് ഉപരോധം സംഘടിപ്പിക്കാനുണ്ടായൊരു സാഹചര്യം കഴിഞ്ഞ 2 വർഷക്കാലം മുന്നേ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ സ്വപ്ന പദ്ധതിയായ ഗ്രാമീണ സടക്ക് റോഡിൽ ഉൾപ്പെടുത്തി താഴെയളമ്പ പള്ളിയറ വാസുദേവപുരം കോട്ടയ്ക്കകം റോഡ് 5 കോടി രൂപയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ റോഡിൻ്റെ 4 കിലോമീറ്റർ വരുന്ന ഭാഗം പണി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഈ റോഡിന് അനുമതി നൽകിയത്. ഈ അനുമതി കിട്ടിയ സമയത്ത് കൊട്ടിഘോഷിച്ചുകൊണ്ട് ഇവിടുത്തെ ജനപ്രതിനിധികളായിട്ടുള്ള MP-യും MLA-യും ഇവിടുത്തെ ബ്ലോക്ക് മെമ്പറും ബ്ലോക്ക് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ഉൾപ്പെടെ വന്ന് ഈ റോഡിൻ്റെ ഉദ്ഘാടനം നടത്തി പോയതല്ലാതെ ഈ റോഡ് സമയബന്ധിതമായി തീർക്കുവാൻ സാധിക്കാത്ത സാഹചര്യം. ഇന്ന് 10-ാം തീയതിയാണ്. ഈ 10-ാം തീയതി കൊണ്ട് ഈ 2 വർഷക്കാലം ഈ റോഡിൻ്റെ ഗ്യാരണ്ടി ഈ പണി തീർക്കുവാനുള്ള കാലാവധി കഴിയുകയാണ്. ഈ കാലാവധി കഴിയുന്ന സാഹചര്യത്തിൽ ഇനിയും ഇവിടുത്തെ ജനങ്ങളെ ദ്രോഹിക്കുന്ന ഈ നടപടി ഈ കോൺട്രാക്ടറെ കാണാനില്ല, ഇതിൻ്റെ അധികാരികളെ കാണാനില്ല, ഈ റോഡ് പണിയുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് നിശ്ചയിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരെ കാണാനില്ല. അതുപോലെ ഈ പ്രതിഷേധിക്കുന്നവരൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഇത് പ്രധാനമന്ത്രി സടക്ക് യോജനയിൽപ്പെട്ടതാണ്. ഇത് അടൂർ പ്രകാശ് MP വന്നാണ് ഇതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയത്. 60% കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടും 40% സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതവും കൊണ്ടാണ് ഈ റോഡ് പണിയുന്നത്. ആ 40% റോഡ് മുടക്കുന്നത് കൊണ്ട് മാത്രമല്ല, ജനങ്ങളുടെ ആവശ്യം ഈ റോഡ് വരേണ്ടതാണെന്ന് കൊണ്ട് ഇടതുപക്ഷ പ്രവർത്തകരെല്ലാം തന്നെ ശക്തമായി റോഡ് പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങി. ഈ MP-യുടെ ആൾക്കാർ, ഇവിടുത്തെ വാർഡ് മെമ്പർ ഒരു കോൺഗ്രസ് മെമ്പറാണ്, അദ്ദേഹം ഇതിനു വേണ്ടി എത്രത്തോളം പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാം. അദ്ദേഹം അതിനുവേണ്ടി ഒരു പ്രവൃത്തി ഇവിടെ നടത്തിയിട്ടില്ല. പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കാനായിട്ട് അദ്ദേഹം വന്നിട്ടുള്ളൂ. അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ പേരിലുള്ള ഒരു പ്രവർത്തനം, ജനങ്ങൾക്ക് വേണ്ടി നിന്ന് പ്രവർത്തിക്കേണ്ട ഉത്തരവാദിത്വം ഈ BJP-കാർക്കും ഉണ്ടല്ലോ. ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്നവരാണല്ലോ, അവരിതിനു വേണ്ടി ഒരു ചെറുവിരൽ അനക്കിയിട്ടില്ല. അവർ ഈ റോഡിന് വേണ്ടിയിട്ട് വന്ന് സ്ഥലമെടുത്ത് കൊടുക്കുവാനോ ഈ കോൺട്രാക്ടർക്ക് സൗകര്യം ചെയ്ത് കൊടുക്കാനോ ഒന്നും ചെയ്തിട്ടില്ല. കോൺട്രാക്ടറുടെ ഭാഗത്തൊന്നും വീഴ്ചയുണ്ടായി, കുറച്ചുകൂടെ നേരത്തെ ആൾക്കാർ നിർത്തി ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും തന്നെ ഈ 30-ാം തീയതിക്കകത്ത് വെച്ച് പണി തീർക്കുമെന്ന് നമ്മൾ സടക്കുമായി ബന്ധപ്പെട്ടപ്പോഴും മറ്റു കാര്യങ്ങളും അറിഞ്ഞു. ഇപ്പം മഴ നിൽക്കുന്നത് കൊണ്ടുമാണ് കുറച്ച് ഡിലേ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 60% കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടുള്ള ഈ പ്രവൃത്തിയിൽ പോലും വിമർശിക്കാനല്ലാതെ ഈ ജനങ്ങളെ സഹായിക്കാനോ ജനങ്ങൾക്ക് വേണ്ടി വന്ന് ഈ റോഡ് പൂർത്തീകരിച്ച് കൊടുക്കുവാനോ BJP പ്രവർത്തകർ ആരും തന്നെ ശ്രമിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യവും ഞാൻ ഈ തരുണത്തിൽ പറഞ്ഞു വയ്ക്കുകയാണ്. ഈ വർക്കിനെ സംബന്ധിക്കുന്ന യാതൊരുവിധ രേഖകളും അദ്ദേഹത്തിനോട് ചോദിച്ചാൽ അദ്ദേഹം തരാനായിട്ട് തയ്യാറല്ല. ഈ കോൺട്രാക്ട് വളരെ കുപ്രസിദ്ധനാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട CPM-ന്റെ ജില്ലാ സെക്രട്ടറി പോലീസ് തന്നെ ഞങ്ങൾ
അറിയാലോ ആ വയസ്സായ അമ്മമാരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർ നമ്മളെ കയ്യിൽ പിടിച്ചു കരയണ കളിക്കുന്നത് എന്താണ് പറയുക 2 വർഷം കാത്തില്ലേ നമ്മുടെ സിആർപിക്കകത്തോട്ട് കയറേ സിആർപിക്കകത്തോട്ട് നമ്പർ AC വണ്ടിക്കകത്തോട്ട് ഒരാൾ പിന്നെ അതിനകത്ത് ഒരാൾ വരി ഫ്രണ്ടിലിരിക്കാം രണ്ടുപേരും അതിൽ കൂടെ കയറി അല്ല ഒരു പിന്നെ കേട്ടോ ഓ മെമ്പറാണ് ജനപ്രതിനിധികളെന്ന് പറഞ്ഞത് മലയാളത്തിൽ പറഞ്ഞതേ ഉള്ളൂ അല്ലെന്ന് ഒരു ജനപ്രതിനിധികളൊക്കെ ഉണ്ടെന്നാ പറഞ്ഞത് ഇങ്ങോട്ട് കയറാം ഇങ്ങോട്ടും കയറി അപ്പൊ അങ്ങനെ അങ്ങനെ പിന്നെ കയറുമോ പിന്നെ എവിടെയെങ്കിലും കയറാൻ ഒടുവിൽ ആറ്റിങ്ങൽ പോലീസ് എത്തിയാണ് പ്രവർത്തകരെയൊക്കെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവിടെയും വളരെ രസകരമായ സംഭവം നടന്നു. കാരണം വനിതാ പോലീസ് എത്തിയിരുന്നില്ല. 4 യുവതികൾ വീണ്ടും അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഒടുവിൽ വീണ്ടും വനിതാ പോലീസ് എത്തിയാണ് അവരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. മലയാള മലയ്ക്ക് വേണ്ടി ക്യാമറമാൻ വിപിൻ വേണുവിനൊപ്പം സുജിത്ത് മാരാർ സൈനിങ് ഓഫ്.